പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാതൃകാ ചോദ്യപേപ്പറാണ്. അടിസ്ഥാന പാഠാവലിയുടെ മാതൃകാ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കുറച്ച് വ്യത്യാസങ്ങൾ ഈ പ്രാവശ്യം നമ്മുടെ എക്സാം പാറ്റേൺ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കി 2 മണിക്കൂർ 15 മിനിറ്റാണ് നമുക്ക് എക്സാമിൻ്റെ ടൈം. പിന്നെ എന്താണ് നിർദ്ദേശങ്ങൾ എന്താ തന്നിരിക്കുന്നത്? ആകെ സമയത്തിൻ്റെ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള സമയമാണ്. 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ചോദ്യങ്ങളിലെ ഉപചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതണം. 6 ചോദ്യത്തിലെ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. 4, 5 എന്നീ ചോദ്യങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ചോയ്സ് ഉള്ള ചോദ്യങ്ങളിൽ A, B എന്നിവയിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൻസർ അറിയാമെന്ന് തോന്നുന്ന 4ാമത്തെ 5ാമത്തെ ഏതെങ്കിലും A, Bയിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ നമുക്കിനി ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം വായിക്കാം എഴുതാം എന്നാണ്. അപ്പോൾ ഒരു വായിക്കാം എഴുതാം. നമുക്കിത് വായിച്ചിട്ട് കുറച്ച് ആൻസർ നോക്ക്. ക്വസ്റ്റ്യൻസ് ABC എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിൽ ആൻസർ A ആണോ, B ആണോ, C ആണോ, D ആണോ, ഓപ്ഷനാണോ, ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കണം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം തരുന്നത് എന്തിനാണ്? നിങ്ങളിത് നന്നായി വായിച്ച് ആൻസർ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാനാണ്. ഓക്കെ, വായിക്കാം എഴുതാം. നാടൻ പന്തുകളി തുകൽ കൊണ്ട് ഉണ്ടാക്കിയ പന്ത് എണ്ണം പറഞ്ഞ് കൈകൊണ്ട് വെട്ടിയും കാൽ കൊണ്ട് അടിച്ചും കളിക്കുന്ന കളിയാണ് നാടൻ പന്തുകളി. അപ്പോൾ ശ്രദ്ധിക്കണം, നാടൻ പന്തുകളി എന്ന് പറയുന്നത് തുകൽ കൊണ്ടുണ്ടാക്കിയ പന്ത് എണ്ണം കൊണ്ടും പറഞ്ഞ് കൈകൊണ്ട് വെട്ടിയും കാൽ കൊണ്ട് അടിച്ചും കളിക്കുന്ന കളിയാണ് നാടൻ പന്തുകളി. പന്ത് എതിർ ടീമിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് അടിച്ചു കളഞ്ഞാണ് എണ്ണം അഥവാ പോയിൻ്റ് നേടുന്നത്. എതിർ ടീമിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് അടിച്ചു കളഞ്ഞാണ് എണ്ണം അഥവാ പോയിൻ്റ് നേടുന്നത്. നാട്ടിൻ പുറത്തെ ഗ്രൗണ്ടുകളിലും കൊയ്ത്തൊഴിഞ്ഞ പാടത്തും നാട്ടുവഴികളിലും മറ്റുമായാണ് അപ്പോൾ നാട്ടിൻ പുറത്തെ ഗ്രൗണ്ടുകളിലും കൊയ്ത്തൊഴിഞ്ഞ പാടത്തും നാട്ടുവഴികളിലും മറ്റുമായാണ് ഇത് കളിക്കുക. പ്രത്യേക ആകൃതിയിലുള്ള പന്താണ് ഈ കളിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രത്യേക ആകൃതിയിലുള്ള പന്താണ് ഈ കളിക്ക് ഉപയോഗിക്കുന്നത്. കുട്ടികൾ കളിക്കുമ്പോൾ പലപ്പോഴും തുണിപ്പന്താവും ഉപയോഗിക്കുക. അപ്പോൾ കുട്ടികൾ കളിക്കുമ്പോൾ എപ്പോഴും എന്താണ്? തുണിപ്പന്താവും ഉപയോഗിക്കുക. നീളത്തിൽ കീറിയ തുണി വട്ടത്തിൽ ചുറ്റി ഓരോ ചുറ്റിലും റബ്ബർ പാലിൽ മുക്കി ഒട്ടിച്ചാണ് ഇതിനാവശ്യമായ പന്ത് തയ്യാർ ചെയ്യുന്നത്. നനവോടെ തന്നെ പന്ത് മൺതരികളിൽ ഇട്ടുരുട്ടി ബലം നൽകും. മൺതരിയിലിട്ട് ഉരുട്ടി ബലം നൽകും. അതേസമയം മത്സരങ്ങളിലും മറ്റും 2 പകുതിയായി കൂട്ടിത്തയ്ക്കുന്ന തോൽപന്താണ് ഉപയോഗിക്കുന്നത്. മത്സരങ്ങളിൽ എന്താണ്? തോൽപന്താണ് ഉപയോഗിക്കുന്നത്. ഓലപ്പന്ത് ഉപയോഗിച്ച് കളിക്കുന്ന കളിയിൽ നിന്നും വ്യത്യാസമാണ്. അപ്പോൾ ഓലപ്പന്തിൽ നിന്നും വ്യത്യാസമുണ്ട് ഈ കളി. ഓലപ്പന്തിനെ അപേക്ഷിച്ച് ഉറപ്പുള്ള പന്താണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉറപ്പുള്ളൊരു പന്താണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കായികാധ്വാനവും അതിനേക്കാൾ ഏറും. അപ്പോൾ കായികാധ്വാനം നല്ല കൂടുതലായിരിക്കും നമ്മുടെ തലപ്പന്ത് കളിനേക്കാളും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ A, നാടൻ പന്തുകളിയുടെ കളിരീതി ഏതാണെന്നാണ് ചോദ്യം. നാടൻ പന്തുകളിയുടെ കളിരീതി ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പന്ത് കൊണ്ട് വെട്ടിയും കാൽ കൊണ്ട് അടിച്ചും കളിക്കുന്നു. B, പന്ത് ഉയരത്തിലെറിഞ്ഞ് കളിക്കുന്നു. പന്ത് ഒളിപ്പിച്ച് വെച്ച് കളിക്കുന്നു. പന്ത് തറയിൽ കറക്കി കളിക്കുന്നു. ഇതിലേതാണ് ആൻസർ വരുന്നത്? ആൻസർ ഏതാണ് വരുന്നത്? ആദ്യത്തെ അല്ലേ? പന്ത് കൈകൊണ്ട് വെട്ടിയും കാൽ കൊണ്ട് അടിച്ചും കളിക്കുന്നു. അപ്പോൾ പന്ത് കൈകൊണ്ട് വെട്ടിയും കാൽ കൊണ്ട് അടിച്ചുമാണ് കളിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ A ആണ് അല്ലേ? ഇതിൽ ഉത്തരം നോക്കിയ ക്വസ്റ്റ്യനിൽ തന്നെ അല്ല, നമുക്കിതിൽ തന്നിട്ടുണ്ട് എന്താ? പന്ത് കൈകൊണ്ട് വെട്ടിയും കാൽ കൊണ്ട് അടിച്ചും കളിക്കുന്നു അല്ലേ? അപ്പോൾ ആൻസർ കിട്ടി നമുക്ക്. ഇനി അടുത്ത ചോദ്യം, നാടൻ പന്തുകളി സാധാരണ കാണുന്ന ഇടങ്ങൾ. നാടൻ പന്തുകൾ എവിടെയാണ് നമ്മൾ സാധാരണ കാണുന്നത്? നമുക്ക് ഓപ്ഷനിൽ ഇതിൽ എഴുതി തന്നിട്ട് കണ്ടോ? നാട്ടുവഴികളിലെ അല്ലെ കൊയ്ത്തൊഴിഞ്ഞ പാടത്തും നാട്ടുവഴികളിലുമായിട്ടാണ് കാണുന്നതെന്ന് നമുക്കിതിനകത്ത് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ നോക്കിയാൽ അതിൽ ഉത്തരം അതുണ്ടോയെന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി. നാടൻ പന്തുകളി സാധാരണ കാണുന്ന ഇടങ്ങൾ നാട്ടിൻ പുറത്തെ ഗ്രൗണ്ടുകളിലും ടർഫുകളിലും ആണോ? അല്ല,
കൊയ്ത്തൊഴിഞ്ഞ പാടത്തും നാട്ടുവഴികളിലും ടെന്നീസ് കോർട്ടുകളിലും ഇൻഡോർ സ്റ്റേഡിയങ്ങൾ അവിടെയൊക്കെയാണോ കാണുന്നത്? വീട്ടുമുറ്റങ്ങളിലും പുരയിടങ്ങളിലും. അപ്പോൾ ഇത് തെറ്റല്ലേ? അപ്പോൾ ഇത് തെറ്റാണ്. ടെന്നീസിലല്ല. പിന്നെ കൊയ്ത്തൊഴിഞ്ഞ പാടത്തും നാട്ടുവഴികളിലും, നാട്ടിന് പുറത്തെ ഗ്രൗണ്ടുകളിലും ടർഫിലാണോ കാണുന്നത്? അല്ല. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ബി ആണ്. എന്താണ്? കൊയ്ത്തൊഴിഞ്ഞ പാടത്തും നാട്ടുവഴികളിലുമാണ് കാണുന്നത്. ഇനി അടുത്തത്, നാടൻ പന്തുകളിയിൽ ഉപയോഗിക്കുന്ന പന്തുകളുടെ പ്രത്യേകത. നാടൻ പന്തുകളിയിൽ പന്തുകളുടെ പ്രത്യേകത എന്താണ്? പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു, സൂക്ഷ്മതയോടെ നിർമ്മിച്ചെടുക്കുന്നു. നമ്മൾ അപ്പോൾ ഇതിൽ നോക്കിയാൽ പരമ്പരാഗതമായിട്ടാണ് നമ്മളിത് ഉപയോഗിച്ചത്? അല്ലേ? പരമ്പരാഗതമായിട്ടല്ല. പിന്നെന്താണ്? സൂക്ഷ്മതയോടെ നിർമ്മിച്ചെടുക്കുന്നു. കടകളിൽ നിന്ന് വാങ്ങുകയാണോ ചെയ്യണത്? അല്ല. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നു, അതുമല്ല. അപ്പം ആൻസർ ഏതാണ്? സൂക്ഷ്മതയോടെ. നമ്മൾ തുണിപ്പന്ത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? സൂക്ഷ്മതയോടെ നിർമ്മിച്ചെടുക്കുന്നതാണ് അല്ലേ? സൂക്ഷ്മതയോടെ നിർമ്മിച്ചെടുക്കുന്നതാണ്. നോക്കിയേ, ഇതിലെങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? നീളത്തിൽ കീറി തുണി വട്ടത്തിൽ ചുറ്റി, ഓരോ ചുറ്റിനും അവർ പല സൂക്ഷ്മതയോടെ അല്ലേ? നന്നായി സൂക്ഷ്മതയോടെ നിർമ്മിച്ചെടുക്കുന്നതാണ്. അപ്പം ആൻസർ ഏതാണ്? ബി ആണ്. ഇനി അടുത്തത്, നാടൻ കളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. കൃത്യതയും കൂട്ടായ്മയും കായിക അധ്വാനവും ആവശ്യമുള്ള കളി. അപ്പോൾ നാടൻ പന്തുകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഓപ്ഷൻ കൃത്യതയും കൂട്ടായ്മയും കായിക അധ്വാനവും ആവശ്യമുള്ള കളി. ബി, ധാരാളം പന്തുകൾ കൊണ്ട് കളിക്കുന്ന കളി. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേക കളിരീതികൾ ഉള്ള കളി. പന്തുകളെ നിയമപരമായി അനുവദനീയമല്ല. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇതിൽ ഓപ്ഷൻസ് നമുക്ക് ആദ്യം തെറ്റായത് നമുക്ക് ധാരാളം. ഇപ്പം പന്തുകളി നിയമപരമായി അനുവദനീയമല്ല, അത് തെറ്റല്ലേ? അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകം കളിരീതികളൊന്നുമില്ല. പക്ഷെ പന്തിലെ മത്സരങ്ങളിൽ ഉപയോഗിക്കുന്ന പന്തിന് മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളത് അല്ലേ? പിന്നെ ധാരാളം പന്തുകൾ കൊണ്ട് കളിക്കുന്ന കളി. ധാരാളം പന്തുകൾ കൊണ്ടല്ല കളിക്കുന്നത്. കൃത്യതയും കൂട്ടായ്മയും കായിക അധ്വാനം ആവശ്യമുള്ള കളി. അതല്ലേ ശരി? കാരണം നോക്കിയേ, ആൻസർ ചോദ്യത്തിൽ തന്നെ പറഞ്ഞ ഇതിൽ ഉപയോഗിക്കുന്ന കായിക അധ്വാനമുള്ള ഒരു കളിയാണ് അല്ലേ? കായിക അധ്വാനമുള്ള കളിയാണ് എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആൻസർ? കൃത്യതയും കൂട്ടായ്മയും അധ്വാനവുമുള്ള കളിയാണ് അല്ലേ? കൃത്യതയും കൂട്ടായ്മയും അധ്വാനവുമുള്ള കളി. ഓക്കെ, അധ്വാനവും ആവശ്യമുള്ള കളിയാണ്. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ 5 ചോദ്യം ABCD 4 ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ കളി അനുഭവമാണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. കായികമേളയിൽ വിജയിച്ച തകഹാഷിയുടെയും പന്തു കളിക്കാനെത്തിയ പെൺകുട്ടിയുടെയും അനുഭവങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? കളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം കുറിപ്പായി എഴുതുക. നമുക്കുണ്ടായ ഒരു അനുഭവം എഴുതാനാണ് പറയുന്നത്. നമ്മൾ തകഹാഷിയുടെ ടോമോയിലെ കളിരീതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ആ കളിക്കാനെത്തിയ പെൺകുട്ടിയുടെ അനുഭവം നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവ കുറിപ്പാണ് എഴുതാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു കളി അനുഭവം അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ടീച്ചർ നമുക്കിതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ ക്ലാസ്സിൽ? അപ്പോൾ നമുക്ക് ആദ്യം ഒരെണ്ണം നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കളി അനുഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്കൂളിൽ വാർഷിക കായികമേള നടന്നു. ഞാനും എൻ്റെ കൂട്ടുകാരും വിവിധ കളികളിൽ പങ്കെടുത്തു. ഞാൻ ഓട്ടപ്പന്തയത്തിൽ പങ്കെടുത്തപ്പോൾ ആദ്യം കുറച്ച് ഭയവും ഉണ്ടായിരുന്നു. പക്ഷേ ഓടിത്തുടങ്ങുമ്പോൾ ആത്മവിശ്വാസം കൂടി. ഒടുവിൽ ഞാൻ 1ാം സ്ഥാനം നേടി. കൂട്ടുകാരുടെ കയ്യടി കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷത്തോടെ നിറഞ്ഞു. അധ്യാപകരും സുഹൃത്തുക്കളും എന്നെ അഭിനന്ദിച്ചു. അതെൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത സന്തോഷകരമായ ഒരു അനുഭവമായി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അനുഭവക്കുറിപ്പ് എഴുതേണ്ടത്. നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങളുടെ അനുഭവക്കുറിപ്പാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു അനുഭവക്കുറിപ്പ് കാണിച്ചതാണ്. അപ്പോൾ ഇതുപോലെയെങ്കിലും എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു കളി അനുഭവമൊക്കെ ചോദിക്കും നമുക്ക് എക്സാമിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നോക്കാം. ശരിയായ പ്രസ്താവന ഏത്? മൈതാനത്ത് പ്രകാശൻ പറയുന്നതാണ് നിയമം. പിടിക്കാവുന്ന 1-2 പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. പന്ത് വിട്ടുകളയാൻ കാരണമായി പരിഗണിക്കാവുന്ന പ്രസ്താവനകൾ ഏത്? കാരണം, പന്ത് വിട്ടുകളയാനുള്ള കാരണം എന്തായിരുന്നു? അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ 4 ഓപ്ഷൻസ് തന്നതിൽ 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, 3ഉം 4ഉം ശരി, 1ഉം 4ഉം ശരി. അപ്പോൾ ഇതിലാദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പ്രസ്താവനകൾ ഒന്ന് വായിക്കുക. വായിച്ചിട്ട് തെറ്റുള്ളത് എന്ത് ചെയ്യണം? ഇവിടെ
തെറ്റ് മാർക്ക് ചെയ്യണം, എന്നിട്ട് വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രകാശനാണ് പന്തുകളിയുടെ നിയമം പറയുന്നത്. ആര് തന്നെയാണ്? പ്രകാശനാണ് പന്തുകളിയുടെ നിയമം പറയുന്നത്. ശരിയല്ലേ? പ്രകാശൻ തന്നെയാണ് പറയുന്നത് അല്ലേ. മഞ്ഞയ്ക്ക് പന്ത് കയറി കളിക്കാൻ ഇഷ്ടമാണ്. മഞ്ഞയ്ക്ക് എന്താണ്? പന്ത് കയറി കളിക്കാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ് അല്ലേ, അതും ശരിയാണ്. ഇനി പന്ത് കളിയുടെ ഗോളിയാകാൻ മഞ്ഞയ്ക്ക് താല്പര്യമുണ്ട്. മഞ്ഞയ്ക്ക് ഗോളിയാകാനാണോ താല്പര്യം? അല്ല, പന്ത് കയറി കളിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി പന്ത് കളിക്ക് കൂട്ടുകാർ കുറവാണ്. അത് തെറ്റല്ലേ? കൂട്ടുകാർ കുറവാണോ? അല്ല, പന്ത് കളിക്കാൻ എല്ലാ കൂട്ടുകാരുണ്ട്. അപ്പോൾ ഇതിൽ 1ഉം 2ഉമാണ് ശരിയായിട്ട്. ഇനി അത് ഓപ്ഷനിലുണ്ടോ നോക്കാം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആദ്യം തന്നെ എന്താണ്? 1ഉം 2ഉം ശരി. ഓക്കെ, 1ഉം 2ഉം ശരി. അപ്പോൾ 2ഉം 3ഉം ശരിയാണോ? 2ഉം 3ഉം ശരിയാണോ? 2 ശരിയാണ്, പക്ഷേ 3 ശരിയല്ല. 3ഉം 4ഉം ശരിയാണ്, 3ഉം 4ഉം ശരിയല്ല. 1ഉം 4ഉം ശരിയാണ്, 1ഉം 4ഉം ശരിയല്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആണ് ശരിയെന്ന് നമുക്ക് കിട്ടി അല്ല, ആദ്യത്തെ ശരിയാണെന്ന് മനസ്സിലായി. ഇങ്ങനെയാണ് നമ്മൾ എക്സാമിന് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വായിച്ച് നോക്കിയിട്ട് ടിക്കിട്ടതിന് ശേഷം തെറ്റുള്ളത് തെറ്റുമിട്ട് ക്രോസ് മാർക്ക് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ തെറ്റില്ല. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് കാര്യകാരണം പരിശോധിച്ച് യോജിച്ചവ കണ്ടെത്തുക. കാര്യകാരണം പരിശോധിച്ച് യോജിച്ചവ കണ്ടെത്തുക. കാര്യം: ഒരു വീരനായകൻ്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കുവാൻ എത്തിയത്. കാര്യം ഇതാണ്. ഇനി കാരണം എന്താണ്? എല്ലാത്തിനും ഒന്നാമതായതിനാൽ ധാരാളം സമ്മാനങ്ങൾ കിട്ടി. നമ്മൾ തകഹാഷിയുടെ ടോമോയിലെ കളിരീതികൾ നന്നായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്നറിയാം. നമ്മൾ കാര്യകാരണം പരിശോധിച്ചപ്പോൾ കാര്യം അറിയാം, കാരണം എല്ലാത്തിനും ഒന്നാമതായതിനാൽ ധാരാളം സമ്മാനങ്ങൾ കിട്ടി അല്ലേ. സമ്മാനങ്ങൾ കിട്ടിയത് ശരിയല്ലേ? നോക്കിയ കാര്യം എന്താണ്? ഒരു വീരനായകൻ്റെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ നമ്മുടെ തകഹാഷിയുടെ ചാപ്റ്റർ ടോമോയിലെ കളിരീതികൾ വായിച്ചാൽ തന്നെ അറിയാം. നന്നായി വായിക്കണം എക്സാമിന് മുന്നേ. അപ്പോൾ ഒരു വീരനായകൻ്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാൻ എത്തിയത്. അത് ശരി. കാര്യം: ഈ കാരണം എന്താ? എല്ലാത്തിനും ഒന്നാമതായതിനാൽ ധാരാളം സമ്മാനങ്ങൾ കിട്ടി അല്ലേ, ധാരാളം സമ്മാനം. ഇനി നമുക്ക് ABCD. കാര്യവും കാരണവും പൂർണ്ണമായും ശരി. കാര്യവും കാരണവും പൂർണ്ണമായും തെറ്റ്. കാര്യം ശരി, കാരണം തെറ്റ്. കാര്യം തെറ്റ്, കാരണം ശരി. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാര്യം D നോക്കിയേ. ഡിയിൽ കാര്യം തെറ്റ്. കാര്യം തെറ്റാണോ? അല്ലല്ലോ. ഒരു വീരനായകൻ്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാൻ എത്തിയത്. അത് ശരിയല്ലേ? അത് ശരിയാണ് അല്ല, തെറ്റ. അപ്പോൾ ഇതിൽ തന്നത് എന്താ? കാര്യം തെറ്റ് എന്ന് പറയുന്നത് തെറ്റല്ലേ? കാര്യം ശരിയല്ലേ? അപ്പോൾ ഈ D എന്ന് പറഞ്ഞ ഓപ്ഷൻ തെറ്റ്. ഇനി അടുത്തത് കാര്യം ശരി, കാരണം തെറ്റ്. കാര്യം ശരിയാണെന്ന് നമുക്കറിയാം, കാരണം തെറ്റ്. കാരണം തെറ്റാണോ? കാരണം ശരി തന്നെയല്ലേ? എല്ലാത്തിനും ഒന്നാമതായതിനാൽ ധാരാളം സമ്മാനങ്ങൾ കിട്ടി അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. ഇനി B ഓപ്ഷൻ നോക്കിയാൽ കാര്യവും കാരണവും പൂർണ്ണമായും തെറ്റ്. അതും തെറ്റാണ് അല്ലേ. കാര്യവും കാരണവും പൂർണ്ണമായിട്ടും ശരിയാണ്. അപ്പം ആൻസർ ഏതാണ്? കാര്യവും കാരണവും. ആൻസർ A ആണ്. കാര്യവും കാരണവും പൂർണ്ണമായിട്ടും എന്താണ്? ശരിയാണ്. അപ്പോൾ വായിച്ച് നോക്കിയിട്ട് നമ്മൾ കൂൾ ഓഫ് ടൈമിൽ ഇത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഉത്തരം കറക്റ്റായിട്ട് മനസ്സിലുണ്ടാവണം അല്ലേ. കാര്യവും കാരണവും എന്താണ്? ശരിയാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഡയറിക്കുറിപ്പ് നോക്കിയേ. കായികമേളയിൽ ഒന്നാമതെത്തിയ തകഹാഷിയെ ഓർക്കുന്നില്ലേ? ധാരാളം സമ്മാനങ്ങളും മത്സരങ്ങളിൽ നിന്ന് അവന് കിട്ടി. തകഹാഷി കായികമേളയിൽ സമ്മാനം കിട്ടിയ ദിവസം എഴുതാനിടയുള്ള ഡയറിക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കായികമേളയിൽ ഒന്നാമതെത്തിയ തകഹാഷി ഓർക്കുന്നില്ലേ? ധാരാളം സമ്മാനങ്ങൾ. അപ്പോൾ ആ സമ്മാനം കിട്ടിയ ദിവസം എഴുതാനിടയായുള്ള ഡയറിക്കുറിപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തകഹാഷിയുടെ ഒരു ഡയറിക്കുറിപ്പ്. ടോമോയിലെ കളിരീതികൾ എല്ലാവരും നന്നായിട്ട് വായിക്കണം. വായിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന് ഡയറിക്കുറിപ്പൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഡയറിക്കുറിപ്പിനൊരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ. ഡേറ്റ് എന്തായാലും എഴുതാൻ മറക്കരുത് കേട്ടോ. ഡേറ്റ് എഴുതണം അല്ലേ. ഡേറ്റ് ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ? ഒരു ഡയറിക്കുറിപ്പ് എഴുതാൻ അല്ലേ. എല്ലാവരും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഡയറിക്കുറിപ്പ് തീയതി എഴുതുക. അപ്പോൾ 18/8/2025 ഒരു ഡേറ്റ് ഇടുക. എന്നിട്ട് ഇന്ന് നടന്ന സ്കൂൾ കായികമേള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമായി. മീൻ വായിലൂടെ ഓട്ടം, റിലേ ഓട്ടത്തിലും ഇവിടെ ഒരു വന്നിട്ടുണ്ട് കേട്ടോ. റിലേ ഓട്ടത്തിലും ഞാൻ 1ാം സ്ഥാനം നേടി. 1ാം സമ്മാനമായി ഒരു തടിയൻ നാട്ടുചേന കിട്ടിയപ്പോൾ എൻ്റെ സന്തോഷത്തിന് അതിരുണ്ടായില്ല. സുഹൃത്തുക്കൾ മുഴുവൻ കൈയടി ചെയ്ത് അഭിനന്ദിച്ചു.
അധ്യാപകരും ഏറെ സന്തോഷിച്ചു. എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ വിജയം വലിയ അഭിമാനമായി. എൻ്റെ പരിശ്രമം വിജയത്തിലേക്ക് വഴിതെളിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇന്നത്തെ ദിനം എന്നും എൻ്റെ മനസ്സിൽ പതിഞ്ഞു നിൽക്കും. അല്ലേ? അപ്പം ഇതുപോലെയാണ് ഇതിൻ്റെ തകഹാശിക്ക് ഒന്നാം സമ്മാനമായിട്ട് എന്താ കിട്ടിയത്? നാട്ടുചേനയാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് വേണം നമ്മളൊരു ഡയറി കുറിപ്പ് എഴുതാൻ കേട്ടോ. ഒന്നുകൂടി ഒന്ന് നോക്കുക. ഇന്ന് നടന്ന സ്കൂൾ കായികമേള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ദിവസമായി. അവിടെ നടന്ന മത്സരങ്ങൾ ഏതൊക്കെയായിരുന്നു? മീൻ വായിലൂടെ ഓട്ടം ഉണ്ടായിരുന്നു, അതുപോലെ റിലേ മത്സരം ഉണ്ടായിരുന്നു, പിന്നെന്താണ് റിലേ കൂടാണ്ട് വടംവലി മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒന്നാമതെത്തിയത് ആരാണ്? നമ്മുടെ തകഹാശിയാണ്. അപ്പോൾ അവൻ്റെ ഡയറി കുറിപ്പാണത്. ഒന്നാം സമ്മാനമായി ഒരു തടിയൻ നാട്ടുചേന കിട്ടിയപ്പോൾ എൻ്റെ സന്തോഷത്തിന് അതിനുണ്ടായില്ല. സുഹൃത്തുക്കൾ മുഴുവൻ കൈയടിച്ച് അഭിനന്ദിച്ചു എന്ന് എഴുതിയാൽ മതി കേട്ടോ. അധ്യാപകരും ഏറെ സന്തോഷിച്ചു. എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ വിജയം വലിയ അഭിമാനമായി. എൻ്റെ പരിശ്രമം വിജയത്തിലേക്ക് വഴി തെളിയിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇന്നത്തെ ദിനം എന്നും എൻ്റെ മനസ്സിൽ പതിഞ്ഞു നിൽക്കും. അപ്പോൾ ഡയറി കുറിപ്പ് ഇതുപോലെയാണ് നമ്മുടെ ഡയറി കുറിപ്പ് എഴുതേണ്ടത്. ഡേറ്റ് ഇടാൻ മറക്കരുത്. ഇനി ബാക്കിയുള്ളത് ഇതിപ്പോൾ പാർട്ട് 1, പാർട്ട് 2 ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് അടുത്ത ദിവസം അടിസ്ഥാന പാഠാവലി എക്സാമാണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.